ഇടുക്കി ജില്ലയിലേക്ക് പോവുകയാണ്. ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെ UDF-ൽ വലിയ തർക്കങ്ങൾ തുടരുന്നു എന്ന വാർത്ത എത്തുകയാണ്. ഇടുക്കി സീറ്റ് ഏറ്റെടുത്ത കോൺഗ്രസ് നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി ഒരു വിഭാഗം കേരള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നു. ഇടുക്കി സീറ്റിൽ കോൺഗ്രസിനെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നു. വിമത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ രഹസ്യയോഗം ചേരാനും തീരുമാനം. വിവരങ്ങളുമായി അഖിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അഖിൽ, ഗുഡ് മോർണിംഗ്. അവിടെ അഖിൽ, കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. ഇടുക്കി സീറ്റിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് മത്സരിക്കാൻ പോകുന്നത്. അവിടെ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനത്തിലേക്കാണോ ഒരു വിഭാഗം ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പോകുന്നത്? പാർട്ടിയെ പൂർണ്ണമായും കോൺഗ്രസിന് മുൻപിൽ കൊണ്ട് കെട്ടി PJ ജോസഫ് എന്ന അഭിപ്രായമാണോ അവർ പറയുന്നത്? മനു, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള കോൺഗ്രസ് തർക്കത്തെ പറ്റി പറയുമ്പോൾ കുറച്ച് പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന് കിട്ടിയ മേൽക്കൈ, കോൺഗ്രസ് ചെറിയ രീതിയിലുള്ള മേൽക്കൈ ജില്ലയിൽ കിട്ടിയിരുന്നു. ഈ മേൽക്കൈയോടുകൂടിയാണ് ജില്ലയിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. UDF-ന്റെ ജില്ലാ ചെയർമാനും കട്ടപ്പന നഗരസഭയുടെ നിലവിലെ ചെയർമാനും കോൺഗ്രസിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവുമായ ജോയി വെട്ടിക്കുഴിയാണ് ഇത്തരത്തിലൊരു ആവശ്യം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കൈപ്പത്തി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി ഇടുക്കി ജില്ലയിൽ ഉണ്ടാകണമെന്നും ജോയി വെട്ടിക്കുഴി ആദ്യം ഒരു പരാമർശം നടത്തുന്നു. ഈ പരാമർശത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ആദ്യം ഉടലെടുക്കുന്നത്. ഈ പരാമർശത്തിനെതിരെ അന്ന് തന്നെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല, UDF-ന്റെ ജില്ലാ ചെയർമാൻ തന്നെ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് മോശമാണ് എന്നുള്ള തരത്തിൽ അന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു. എന്നാൽ ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ DCC ഒരു പ്രമേയം പാസ്സാക്കുന്നു. ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രമേയം പാസ്സാക്കി അത് KPCCക്ക് കൈമാറുന്നു. KPCC ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. KPCC PJ ജോസഫുമായി ചർച്ച നടത്തുന്നു. PJ ജോസഫുമായി ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി PJ ജോസഫ് ഈ സീറ്റ് വിട്ടുകൊടുക്കാം, അവസാന നിമിഷമാണ് ഇത്തരത്തിൽ വിട്ടുകൊടുക്കാമെന്ന് പറയുന്നത്, വിട്ടുകൊടുക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. അത്തരത്തിൽ ഈ 10 സീറ്റിൽ നിന്ന് ഏറ്റുമാനൂരും ഇടുക്കിയും കേരള കോൺഗ്രസ് UDF-ന് കോൺഗ്രസിന് വിട്ടു നൽകുന്നു. അങ്ങനെ വിട്ടു നൽകുമ്പോൾ അനവധിയായി ജോയി വെട്ടിക്കുഴി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ജോയി വെട്ടിക്കുഴിയാണ് ആദ്യം മുതൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത്. ജോയി വെട്ടിക്കുഴിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ജോയി വെട്ടിക്കുഴി ഇടുക്കി സീറ്റ് വേണമെന്ന് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുന്നു. ഇത്തരത്തിൽ ഒരു ആവശ്യം മുൻപോട്ട് വെക്കുമ്പോൾ കേരള കോൺഗ്രസ് തിരിച്ചൊരു ഡിമാൻഡ് വെക്കുന്നു. കേരള കോൺഗ്രസിന് കൂടി സമ്മതം ഉള്ള ഒരു നേതാവിനെ ആയിരിക്കണം ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ അങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്കും റോയി കെ പൗലോസാണ് നിലവിൽ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്, ഇടുക്കിയിലെ നിലവിലെ സ്ഥാനാർത്ഥിയാണ്. റോയി കെ പൗലോസ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതിന് മുന്നോടിയായി തന്നെ PJ ജോസഫുമായി വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിൻ്റെ എല്ലാം ശേഷമാണ് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ജോയി വെട്ടിക്കുഴി പിന്തള്ളപ്പെടുന്നു. റോയി കെ പൗലോസ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഇത്തരത്തിലാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന കളികളെന്ന് പറയുന്നത്. എന്നാൽ റോയി കെ പൗലോസ് സ്ഥാനാർത്ഥി എത്തുമ്പോഴും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. PJ ജോസഫ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാനുള്ളതെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഉന്നതാധികാര സമിതി അംഗമായ തോമസ് പെരുമന അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. ഇതിനെതിരെ ഇടുക്കിയിലെ കേരള കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്ന് പരസ്യമായ പ്രതികരണം തന്നെ അവർ അന്ന് നടത്തിയിരുന്നു. അന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തതാണ്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നീക്കം മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതാണ്. മുന്നണിയിലെ ചെറിയ കക്ഷികൾക്ക് പോലും അവരാവശ്യപ്പെട്ട സീറ്റ് കൊടുക്കുമ്പോൾ കേരള കോൺഗ്രസിനെ മാത്രം 2 സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് പിന്തള്ളുന്നു എന്ന നിലയിലേക്ക് കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നു. അതിൻ്റെ എല്ലാം ശേഷമാണ് കോൺഗ്രസിൻ്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. അതുപ്രകാരം റോയി കെ പൗലോസ് സ്ഥാനാർത്ഥിയാവുന്നു. റോയി കെ പൗലോസ് സ്ഥാനാർത്ഥിയായി വന്നതിൽ പിന്നെ കേരള കോൺഗ്രസിലെയും തർക്കം വീണ്ടും ഉടലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. റോയി കെ പൗലോസിനെ തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഒരിക്കലും വിജയിക്കില്ല എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. ഇതിനെതിരെയാണ്, ഈ മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടതിനെതിരെയാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് റോയി കെ പൗലോസിന് വരുന്ന 2 പണി എന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗത്ത് സീറ്റ് കിട്ടാതെ ഒരുപാട് സീറ്റ് മോഹിച്ച് ഇത്രയധികം കഷ്ടപ്പെട്ട് കേരള കോൺഗ്രസിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്ത ജോയി വെട്ടിക്കുഴി എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നു ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാക്കൾ മറു സൈഡിൽ നിൽക്കുന്നു. റോയി കെ പൗലോസിനെ ആര് കാലുവാരുമെന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോയി വെട്ടിക്കുഴിയുടെ ആളുകളും തമ്മിലാണ് പോരാട്ടം.
തീർച്ചയായും മനു, ആരാദ്യം റോയ് കെ പൗലോസിനെ കാല് വാരുമെന്ന് അറിയാനാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലയിൽ മത്സരം നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് രഹസ്യയോഗം ചേരുന്നു. നാളെ അറിയാം വിമത സ്ഥാനാർത്ഥി നിർത്തുമോ എന്നുള്ളത്. നാളെയാണ് റോയ് കെ പൗലോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴും ഇന്നലെ റോയ് കെ പൗലോസിൻ്റെ റോഡ് ഷോ ഇടുക്കിയിൽ നടക്കുമ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ഇടുക്കിയിൽ ആളില്ലാഞ്ഞിട്ട് തൊടുപുഴയിൽ നിന്ന് വണ്ടി അയച്ച് തൊടുപുഴയിൽ നിന്ന് വണ്ടിക്ക് ആളെ കൊണ്ടുപോയാണ് റോഡ് ഷോ നടത്തിയത്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇടുക്കിയിൽ റോയ് കെ പൗലോസ് നേരിടുന്നുണ്ട്. കാരണം പാളയത്തിൽ തന്നെ പടയെന്ന് പറയേണ്ടി വരും. ജോയി വെട്ടിക്കുഴിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാൽ UDF ജില്ലാ ചെയർമാൻ കൂടിയായ ജോയി വെട്ടിക്കുഴി പൂർണ്ണമായി അകന്നു നിൽക്കുകയാണ്. ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ. ഇത്തരത്തിൽ വലിയ പള്ളപ്പിണക്കങ്ങളുണ്ട്. എന്നാൽ ഇപ്പുറത്ത് LDF വരുമ്പോൾ LDF മുന്നണിയിലെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായി ആദ്യഘട്ട പ്രചരണം അവസാനിച്ചു. മുന്നണിയിലെ സ്ഥാനാർത്ഥികളെല്ലാം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. രണ്ടാം ഘട്ട പ്രചരണം ഇന്ന് രാവിലെ പീരുമേട് മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പ്രചരണം എന്നോളം M സ്വരാജ് കുമളിയിലെത്തി രണ്ടാം ഘട്ട പ്രചരണം മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. വൈകിട്ട് ഉടുമ്പൻചോല മണ്ഡലത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിയുള്ള ബിനോയ് വിശ്വം മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കും. ഇത്തരത്തിൽ ഒരു വശത്ത് ആര് പാലം വലിക്കുമെന്നും ആര് കുതികാല് വെട്ടുമെന്നുള്ള ചർച്ച നടക്കുള്ളൂ. മറ്റൊരു സൈഡിൽ പ്രചരണ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റവുമായി ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ജില്ലയിൽ നിലനിൽക്കുന്നു. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള മേൽക്കൈയും മുൻകൈയും LDF നിലനിൽക്കുകയാണ് മനു. ശരി, ഓക്കെ നമുക്ക് നോക്കാം. ഏതായാലും UDF ആരാദ്യം കാലുവാരുമെന്ന തർക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അഖിൽ പറയുന്നതനുസരിച്ച് ജോയ് വെട്ടിക്കുഴിയുടെ വിഭാഗം കാലുവാരുമോ അതോ PJ ജോസഫിന്റെ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ റോയ് കെ പൗലോസിനെ വാരുമോ എന്ന പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടീം UDF കേട്ടോ. ഇതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ടീം UDF. ആര് വാരും എന്ന ചർച്ചകളാണ് പ്രധാനമായി നടക്കുന്നത്.